ഞരളത്ത് ഹരിഗോവിന്ദൻ സോപാന സംഗീതജ്ഞനാണ്. മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്തു. പാണക്കാടത്തെയാണ് അംഗത്വമെടുത്തത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ വെച്ചിരുന്നു. ഗോകുൽ ഇടക്കയിൽ സംഗീത മാന്ത്രികത സൃഷ്ടിക്കുന്ന ആളാണ്, മാന്ത്രിക ശബ്ദത്തിന്റെ ഉടമയാണ്. ആ അർത്ഥത്തിൽ വിസ്മയിപ്പിച്ച ആൾ വേറെ രീതിയിൽ കൂടി വിസ്മയം തീർക്കുകയാണോ ഗോകുൽ? അല്പസമയമാണ് പാണക്കാട് എത്തിയതിനു ശേഷം ഞരളത്ത് ഹരിഗോവിന്ദൻ സോപാന സംഗീതത്തിൽ വിസ്മയം തീർക്കുന്ന, എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തത്. പാണക്കാട് സാദിഖലി തങ്ങളിൽ നിന്ന് നേരിട്ട് അദ്ദേഹം അംഗത്വമെടുക്കുകയായിരുന്നു. KNA ഖാദറുൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇവിടെയുണ്ട്. അദ്ദേഹം നേരത്തെ മാധ്യമപ്രവർത്തകരൊന്നും അറിയിച്ചിട്ടായിരുന്നില്ല ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ തേടാം. ഏത് സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിലേക്ക് എത്താനിടയാക്കിയ സാഹചര്യം എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അദ്ദേഹം ഇവിടെയുണ്ട്. ചില സമീപനങ്ങളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാം എന്നെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. എന്താണ് ഈ മുസ്ലിം ലീഗിലേക്ക് അംഗത്വം എടുക്കാനിടയ്ക്ക് സാഹചര്യം എന്താണ്? അതായത് ഇവിടുത്തെ സാമൂഹിക ധ്രുവീകരണത്തിന് പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഞാൻ അവരുടെ കൂടെ ശക്തമായിട്ട് കണക്ക് പോലും പറയാതെ അനവധി വേദികളിൽ പാടാൻ പോയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അവരും സംഘപരിവാറും ഒരേ തൂവൽ പക്ഷികളായിക്കൊണ്ട് വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളുടെ സമീപനങ്ങൾ പോലെ അനവധി ദുരന്തങ്ങൾ വിതയ്ക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകളും കുംഭമേളയോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പേടിപ്പെടുത്തുന്ന ചില സമീപനങ്ങളുമൊക്കെ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലായിരിക്കുമെന്ന് പലതവണ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റും മറ്റും ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ വാക്കിലല്ല പ്രവൃത്തിയിൽ മതേതരത്വവും മനുഷ്യത്വവും സൂക്ഷിക്കുന്നവരാണ്. വാക്കിലല്ല പ്രവൃത്തിയിൽ. അതാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. അപ്പോൾ വാക്കും പ്രവൃത്തിയും രണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരള സമൂഹത്തിലെന്ന് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ടായി വരികയാണ്. എന്നെപ്പോലെ അനവധി സഹോദരങ്ങൾ മറ്റ് മതവിശ്വാസികളോ ഈശ്വരവിശ്വാസികളോ ആയിട്ടുള്ള സമൂഹത്തിൽ നിന്നും അനവധി ആളുകൾ വരാൻ ഞാനൊരു കാരണമാവണം. കാരണം പുറത്തു നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു മതസംഘടനയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്ത് ഇതിന്റെ സംഗീതമെന്ന കേരളീയ കലാരൂപത്തെ ക്ഷേത്ര മുതൽക്കെട്ടിന് പുറത്തേക്ക് കൊടുത്തിച്ച ഞരളത്ത് രാമപൊതുവാളിന്റെ മകൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ അംഗത്വമെടുക്കുന്നു. അദ്ദേഹത്തിന്റെ സംഗീതം മനോഹരമായ സംഗീതമാണ്. രാഷ്ട്രീയ വഴി കൂടി തേടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.